ഹായ്. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കാർഡ് അനിമേഷൻ പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഇതാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഡ്രാഗ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു കാർഡ്സ് എന്ന് പറയുന്നത് കൺഫൈൻഡ് ആയിരിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്കെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. സ്കെയിൽ എന്താവുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് അതിന്റെ സൈസ് ടോട്ടലി ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് റിയാക്ട് നമ്മുടെ ടെയിൽവിൻ സീരീസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, അതായത് ടെയിൽവിൻഡ് CSS അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ റെഫർ ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്തെങ്കിലും റെഫർ ചെയ്യുക, എന്നിട്ട് പ്രൊജക്റ്റിലോട്ട് വരാം. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് എന്താണ് ടെയിൽവിൻ CSS അല്ലെങ്കിൽ എങ്ങനെയാണ് ടെയിൽവിൻ CSS യൂസ് ചെയ്യുക എന്നുള്ളത് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടില്ല. സിംപ്ലി എങ്ങനെയാണ് റിയാക്ട് യൂസ് ചെയ്ത് ഈ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ സോ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, ഞാനൊരു സിമ്പിൾ റിയാക്ട് ആപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ VT യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു ക്രിയേറ്റ് റിയാക്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് VT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് എക്സ്ട്രാ ആയിട്ട് ഞാനിവിടെ ടെയിൽവിൻ CS കൂടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ റെഫർ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോവാം. ആൻഡ് app.jsനകത്ത് ഞാൻ ആ ഒരു എൻ്റെ കോഡ് ഞാൻ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് RFC അടിക്കുന്നുണ്ട്. RFC അടിച്ചു. ഈ ഇത്രയും പ്രോസസ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഡയറക്റ്റ് ഇതിലോട്ട് വരിക. നമ്മുടെ പ്രൊജക്റ്റിലോട്ട് പോവാം. പ്രൊജക്റ്റിന്റെ അകത്ത് നമുക്ക് ഒരു ഒരു എൻറ്റയർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതിന് മുകളിൽ ഒരു ഫോർഗ്രൗണ്ട് ഉണ്ടാവും. ആ ഫോർഗ്രൗണ്ടിലായിരിക്കും നമ്മുടെ ആ ഒരു എൻറ്റയർ അനിമേഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. നമുക്ക് app.jsനകത്ത് ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്യാം. ഞാനൊരു ക്ലാസ് കൊടുക്കുവാണ്. ആൻഡ് വെഡ്ത്ത് ഞാൻ ഫുൾ കൊടുത്തു. ആൻഡ് ഹൈറ്റ് ഞാൻ സ്ക്രീൻ കൊടുത്തു. ആൻഡ് BG നമുക്കൊരു സിങ്ക് ഒരു 800 കൊടുക്കാം. ഞാൻ എനിക്കും അടിച്ച് പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു സിങ്ക് 800 കളർ വന്നിട്ടുള്ളത്. നമ്മുടെ പ്രൊജക്റ്റ് വർക്ക് ആവുന്നുണ്ട്, റൺ ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവും, നമുക്കൊരു ഫോർഗ്രൗണ്ടും ഉണ്ടാവും. നമുക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ടാക്കാം. നമുക്ക് സോഴ്സ് ഫോൾഡറിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. കമ്പോണൻസ് എന്ന് പറഞ്ഞു, കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിനകത്ത് ഞാൻ ആദ്യത്തെ ഫയൽ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് JSX എന്ന് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് .jsx എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RAFC അടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ പേജ് തന്നെ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കും. ഓക്കെ, ഞാൻ ഇവിടെ ക്ലാസ് നെയിം കൊടുക്കുന്നുണ്ട്. ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഫുൾ ആയിരിക്കും, ഹെഡ്സും ഫുൾ ആയിരിക്കും. ആൻഡ് നമുക്ക് ഇതിന്റെ പൊസിഷൻ, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ നമുക്ക് ഫിക്സ്ഡ് കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് നമുക്ക് ആ ഒരു പേജിനെ നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമ്മുടെ JSX-ലോട്ട് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ app.jsx-നകത്തോട്ട്. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലാണ്. ഞാൻ കമ്പോണൻസിനകത്ത് തന്നെ ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോർഗ്രൗണ്ട് .jsx എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് RAFC ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇനി വേണ്ടത് ആക്ച്വലി ഒരു ബേസിക് സ്ട്രക്ചർ, നമ്മുടെ ഫോർഗ്രൗണ്ട്, അതായത് ഐഡിയ എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും, അതിന്റെ മുകളിൽ ഒരു ലെയർ ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ ഫോർഗ്രൗണ്ട് ലെയർ. ആൻഡ് അതിന്റെ മുകളിലായിരിക്കും നമ്മുടെ കാർഡ് അനിമേഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാം ഈ സെക്ഷൻ. ക്ലാസ് നെയിം, ഓക്കെ, ഇവിടെയും വിഡ്ത്ത് ഞാൻ ഫുള്ള് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹൈറ്റും ഞാൻ ഫുള്ള് കൊടുക്കുന്നുണ്ട്. സോറി, ഹൈറ്റ് ഇസ് ഫുൾ. ആൻഡ് ഇതും ഫിക്സ്ഡ് ആക്കുന്നുണ്ട് ഞാൻ. ആൻഡ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താ ടോപ്പ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് 0 ലെഫ്റ്റ് 0 എന്ന് പറഞ്ഞ് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും വേണമെങ്കിൽ നമുക്ക് ZIndex വാല്യൂ കൂടെ കൊടുത്തു പോകാം. ZIndex ഒരു ഇതിനൊരു 2 കൊടുക്കാം. ആൻഡ് ഫോർഗ്രൗണ്ടിന് ഇതിലൂടെ നമുക്ക് ഒരു 3 കൊടുക്കാം.
ഓക്കെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആപ്ജോ JSXനകത്ത് നമുക്ക് പൊസിഷൻ റിലേറ്റീവ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു കമ്പോണന്റ് കൂടെ വേണം, നമ്മുടെ കാർഡ് കമ്പോണന്റ്. സോ ഞാൻ കാർഡ് ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ട് ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. RAFC ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കാർഡ്, നമ്മുടെ എൻ്റെ കാർഡിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് ആദ്യം ബിൽഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ക്ലാസ് കൊടുക്കാം, ക്ലാസ് നെയിം. ഓക്കെ, നമ്മുടെ കാർഡിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കൊരു 10 VW സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 10 VW ഞാൻ കൊടുത്തു. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 40 VH. ഓക്കെ, ആൻഡ് PG സിങ്ക് എന്ന് കൊടുക്കാം നമുക്ക്. സിങ്ക് ബ്ലാക്ക് കൊടുക്കാം, BG ബ്ലാക്ക്. ഓക്കെ, എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, സോറി. നമ്മുടെ ഫോർഗ്രൗണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മുടെ എന്തിലേക്ക്, ആപ്പിലേക്ക്. അതിന് മുന്നേ നമുക്ക് ഫോർഗ്രൗണ്ടിനകത്തേക്ക് ആദ്യം കാർഡ് ഇമ്പോർട്ട് ചെയ്യാം. കാർഡ് നമുക്ക് ഫോർഗ്രൗണ്ടിലല്ലേ വർക്ക് ചെയ്യേണ്ടത്. സോ കാർഡ് കമ്പോണന്റ് ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഓക്കെ, കാർഡ് കമ്പോണന്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് app.jsxലേക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ താഴെയായിട്ട് നമുക്ക് ഫോർഗ്രൗണ്ടിന് ഇമ്പോർട്ട് ചെയ്യാം. ഫോർഗ്രൗണ്ട്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. കാർഡിന്റെ സൈസ് ഒരല്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് കാർഡിലോട്ട് പോവാം. ആൻഡ് കാർഡിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 15 VW 16 VW കൊടുക്കാം. 16 VW കൊടുക്കാം. ആൻഡ് ഹൈറ്റ് നമുക്കൊരു അല്പം 45 ഒക്കെ. ഓക്കെ, ഇത് കൊള്ളാം. നമുക്കൊരു കുറച്ച് പ്രോപ്പർട്ടി കൂടെ അപ്ലൈ ചെയ്യാം. ഗ്രൗണ്ടിൽ കൊടുക്കാം. റൗണ്ടഡ് നമുക്കൊരു ആർബിട്രറി വാല്യൂന് കൊടുക്കാം, ഒരു 2 റൺ. ഓക്കെ, 2 റൺ കൊള്ളാം. ആൻഡ് നമുക്ക് ഇതിനകത്തുള്ള ടെക്സ്റ്റ് നമുക്ക് വൈറ്റ് വേണം. സോ ടെക്സ്റ്റ് തന്നെ ഡിഫോൾട്ട് ആയിട്ട് വൈറ്റ് കൊടുക്കാം. ആൻഡ് നമുക്കൊരു പാഡിങ് കൂടെ കൊടുക്കാം. PX ഒരു 5ഉം PY ഒരു ടോപ്പും ബോട്ടം നമുക്കൊരു 10. ആൻഡ് ഓവർഫ്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓവർഫ്ലോ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓക്കെ. സോ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, കാർഡിനകത്തെ സെക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ കാർഡിനകത്ത് നമുക്ക് ആദ്യം വരുന്നത് ഒരു ഡോക്യുമെന്റ് ഒരു ഐക്കൺ വരുന്നുണ്ട്. സോ ഡോക്യുമെന്റ് ഒരു ഐക്കൺ നമുക്ക് റിയാക്ട് ഐക്കൺസിലോട്ട് പോകാം. റിയാക്ട് ഐക്കൺസിനകത്തിട്ട് പോയതിനു ശേഷം നമുക്കിവിടെ എന്താ ഇൻസ്റ്റാൾ കമാൻഡ് ഉണ്ട്. കോപ്പി ചെയ്യുക, തൊട്ട് വരിക, ടെർമിനൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻട്രി ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, കുറച്ചൊന്ന് ടൈം കൊടുക്കുക, ഒന്ന് ഇൻസ്റ്റാൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫയൽ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു ഡോക്യുമെന്റ് ഒരു ഐക്കൺ വേണം. സോ ഡോക്യുമെന്റ് സെർച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഡോക്യുമെന്റ് ഒരു ഐക്കൺ നമുക്ക് വേണം. ഞാൻ ഈ ഒരു ഐക്കൺ എടുക്കുവാണ്. എന്താ ഐ ഡോക്യുമെന്റ് ഔട്ട്ലൈൻ. ഒരു ഇമ്പോർട്ട് കമാൻഡ് ഞാൻ എടുത്തു, ഇവിടെ വന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ കാണാത്ത ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു കമാൻഡ് കൂടെ എടുക്കാം, ടാഗ് കൂടെ എടുക്കാം, കോപ്പി, പിന്നെ ടെർമിനൽ ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് നമുക്ക് എന്താ ഇതിന്റെ താഴെയായിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാരഗ്രാഫ് ടാഗ് വേണം നമുക്ക്. ഓക്കെ, P ടാഗില് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം.
ഈ ടാഗിൽ നമുക്ക് ലോറം ഒരു 10 ലോറം 10 ഓക്കെ അതവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ചെയ്യാം, കുറച്ചൊന്ന് സ്റ്റൈൽ ചെയ്തിനെ. ഓക്കെ ക്ലാസ്സിൽ നമുക്കൊരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സോറി ഒരു എസ് എം എടുത്ത് നോക്കാം. എസ്.എം. looks good. ഓക്കെ ആൻഡ് നമുക്ക് ഫോണ്ടിന്റെ വെയിറ്റ് ഒരല്പം കൂട്ടാം. സോ ഫോണ്ട് നമുക്കൊരു മീഡിയം കൊടുത്തോക്കാം. ഫോണ്ട് മീഡിയം looks good. ആൻഡ് നമുക്ക് വേണ്ടത് ഒരു ഫുട്ടർ സെക്ഷൻ വേണം ഇവിടെ. സോ നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാർജിൻ ടോപ്പ് കൊടുക്കാം. ഇവിടെ മാർജിൻ ടോപ്പ് കൊടുക്കാം. പാരഗ്രാഫ് ടാഗിന് മാർജിൻ ടോപ്പ് 5 ഓക്കെ ലുക്സ് ഗുഡ്. നമുക്കൊരു ഫോട്ടോ സെക്ഷൻ വേണം, ഒരു ഏരിയയിലായിട്ട് ഫോട്ടോ സെക്ഷൻ വേണം. സോ ഞാനൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഫുട്ടർ എന്ന് പറഞ്ഞിട്ട്. ഫുട്ടർ ഓക്കെ സോ ഫുട്ടർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫുട്ടറിനകത്ത് നമുക്ക് ശരിക്കും വേണ്ടത് എന്തുവാണ്, നമുക്കൊരു ഒരു H5 വേണം. ഒരു H5-നകത്ത് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. H5-നകത്ത് നമുക്കൊരു എന്താ ഫയൽ സൈസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധനം കൊടുക്കാം. 0.4 MB ഫയൽ സൈസ്. ഓക്കെ 0.4 MB ഫയൽ സൈസ് എന്ന് പറഞ്ഞ ഫയൽ സൈസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു ഐക്കൺ കൂടെ വേണം. നമുക്ക് ഒരു ഡൗൺലോഡിന്റെ ഒരു ഐക്കൺ വേണം. സോ അതും നമുക്ക് റിയാക്ട് ഐക്കൺസിന്റെ അകത്ത് നിന്ന് എടുക്കാം. ഡൗൺലോഡ് സെർച്ച് ചെയ്യുക ആൻഡ് ഡൗൺലോഡിന്റെ ഒരു ഐക്കൺ. ഓക്കെ ഈ ഒരു ഐക്കൺ എടുക്കാം, ഇമ്പോർട്ട് കമാൻഡ് എടുക്കാം, കോപ്പി ട്വിറ്ററിലോട്ട് വരിക, ഇത് പേസ്റ്റ് ചെയ്യുക ആൻഡ് ടാഗ് എടുക്കുക, കോപ്പി ആൻഡ് നമുക്ക് പിന്നെ താഴെയായിട്ട് പേസ്റ്റ്. ഓക്കെ സോ ട്വിറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇതിനെ രണ്ടിനെ ഒരു സെപ്പറേറ്റ് ഡിബിനകത്തിനെ കൊടുക്കാം. ഡിബ് സ്റ്റാർട്ട് ചെയ്യാം, അതിനകത്ത് തന്നെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ ആൻഡ് ഓക്കെ ഇനി നമുക്ക് ഈ ഫുട്ടർ എന്ന് പറയുന്ന ഡെവിന് ആക്ച്വലി നമുക്ക് കുറച്ച് എന്താ സ്റ്റൈലിംഗ് കൊടുക്കാം. നമുക്ക് അതിനെ താഴോട്ട് കൊടുക്കാം, അബ്സല്യൂട്ട് കൊടുക്കാം. ഓക്കെ ആൻഡ് അബ്സല്യൂട്ട് ബോട്ടം നമുക്ക് 0 കൊടുക്കാം. ആൻഡ് നമുക്ക് പിന്നെ എന്താ ബോട്ടം 0 കൊടുക്കാം. വിഡ്ത്ത് നമുക്ക് ഫുൾ കൊടുക്കാം. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 15 കൊടുക്കാം. ഓക്കെ അപ്പോഴേക്കും ഓക്കെ ഇത് എൻ്റെ എന്താ പേജിന്റെ സ്ക്രീനിന്റെ താഴോട്ട് വന്നു. സോ നമുക്കിനി ഒന്ന് റിലേറ്റീവ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ വന്നിട്ട് കാർഡിന് റിലേറ്റീവ് കൊടുക്കാം. റിലേറ്റീവ് ഓക്കെ സോ അത് കാർഡിന്റെ ഏറ്റവും പാടത്തിൽ വരും. നമ്മളിവിടെ ഹൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ ബോട്ടം 0, നമുക്ക് ലെഫ്റ്റ് 0 കൂടെ കൊടുക്കാം. ലെഫ്റ്റ് 0 കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ സോ അത് ലെഫ്റ്റ് 0 ആവും. ഓക്കെ ഇനി നമുക്ക് ഈ ഡെവിനെ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് ക്ലാസ് നെയിം ആൻഡ് നമുക്ക് എന്താ ഫ്ലെക്സ് പ്രോപ്പർട്ടി കൂടെ അപ്ലൈ ചെയ്യാം. ഫ്ലെക്സ് ആൻഡ് ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ കൊടുക്കണം. ആൻഡ് അതിനുണ്ടോ നോക്കാം. ഓക്കെ ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുക്കണം. സോറി സെൻറ്റർ അല്ല ബിറ്റ്വീൻ ആണ്. എൻ്റെ രണ്ടും എക്സ്ട്രീമിൽ പോകണം. നമുക്ക് ബിറ്റ്വീൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ എക്സ്ട്രീമിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഒരു സെക്ഷൻ മൊത്തത്തിൽ കുറച്ചൊരു പാഡിങ് കൂടെ അപ്ലൈ ചെയ്യാം. P5 കൊടുക്കാം. P5 ഓക്കെ ഇറ്റ് ലുക്സ് ഗുഡ്. ഓക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ സോ നമുക്ക് ആ ഒരു ഏരിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ചില സമയത്ത് ഫുട്ടറിന്റെ അവിടെ നമുക്കൊരു ടാഗ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കളർഫുൾ ടാഗ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ താഴെ ഒരു ഡൗൺലോഡ് ബട്ടണോ അങ്ങനെ ഒരു ടാഗ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മുടെ ഫോട്ടോ സെക്ഷന്റെ താഴെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുട്ടർ സെക്ഷന്റെ അകത്തായിട്ട് തന്നെ എടുക്കാം. ഓക്കെ നമുക്ക് ഫുട്ടർ സെക്ഷന്റെ അകത്തായിട്ട്
ഫുട്ടർ സെക്ഷൻ്റെ അകത്തായിട്ട് നമുക്കൊരു കാര്യം ഒരു ചെറിയൊരു സ്റ്റൈലും കൂടെ നമുക്ക് പ്ലെയിനകത്ത് സ്റ്റാൻഡായി ഇടാം. ഓക്കെ, പിന്നെ നമുക്ക് ഒരല്പം ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ക്ലാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് ഒരു സർക്കിളിനകത്ത് എനിക്കുണ്ടാകും കുറച്ചുകൂടെ പെട്ട് ഹൈറ്റ് ഒരു സൗണ്ട് കൊടുക്കാം. ആൻഡ് ബി ജി എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റ് ഒരു 500 കൊടുക്കാം. ആൻഡ് റൗണ്ടഡ് ഫുൾ കൊടുക്കാം. റൗണ്ടഡ് ഫുൾ. അപ്പോൾ ഇത് സർക്കിളിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ഫ്ലെക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അതിനെ സെൻറ്റർ ഫ്ലെക്സ് ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ സെൻറ്റർ. ഓക്കെ, സോ ഇപ്പോൾ ആ ഒരു സർക്കിളിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുട്ടറിനകത്ത് തന്നെ നമുക്ക് ഒരു ടാഗ് വേണം നമുക്ക്. ഓക്കെ, ടാഗിന് മുന്നേ നമുക്കൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡിവ് കൂടെ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡിവ്, ഈ ഡിവിന് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. ക്ലാസ് നെയിം. ഓക്കെ, സോ നമുക്ക് വെറ്റ് ഫുൾ കൊടുക്കാം. ഹൈറ്റ് ഒരു 10 ഒക്കെ കൊടുക്കാം. ആൻഡ് പി ജി ബ്ലൂ ഒരു 500 കൊടുക്കാം. ഒരു 500 എടുത്തു. ആൻഡ് പ്രോബ്ലം നോക്കട്ടെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുള്ള. സോ ഇതിനെ നമുക്ക് സോ ഇത് ആക്ച്വലി വന്നിട്ടുള്ളത് ഈ ഡിവിനകത്താണ്. ഓക്കെ, നമുക്ക് ഈ ഡിവിനെ പുറത്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് പുറത്തായിട്ട് ഈ ഒരു ഡിവിനെ പുറത്തായിട്ട് കൊടുക്കാം. ഡൺ. ഓക്കെ, ഇപ്പോൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഓവർഫ്ലോ ഹിഡൻ ആ കാർഡിന് നമ്മൾ എൻ്റെ കാർഡിന് ഇപ്പോൾ ഓവർഫ്ലോ ഹിഡൻ കൊടുക്കാം. നമ്മൾ കാർഡ് ഓവർഫ്ലോ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡിൻ്റെ ഓക്കെ ആ ഒരു കർവ് കറക്റ്റാണ് വന്നു. ഇനി നമുക്ക് ഇതിനകത്തൊരു H2 ടാഗിനകത്ത് നമുക്കൊരു ടൈറ്റിൽ എഴുതാം. എന്തെങ്കിലും ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ഡൗൺലോഡ് നൗ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്ലെക്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഫ്ലെക്സ് ഐറ്റംസ് സെൻറ്റർ ജസ്റ്റിഫൈ സെൻറ്റർ എന്ന് പറഞ്ഞ് ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും ക്ലാസ് നെയിം ടെക്സ്റ്റ് SM ഫോണ്ട് മീഡിയ കൊടുത്ത് നോക്കാം. ഓക്കെ, ലുക്സ് അടിപൊളി. ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിന്റെ സൈസ് ഒരല്പം ഒന്ന് വലുതാക്കണം. നമുക്ക് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ 1.2 EM 1.2 EM കൊള്ളാം. ഓക്കെ, സോ നമ്മളൊരു കാർഡിന്റെ ഒരു സ്റ്റൈലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി നമുക്ക് ഈ കാർഡിന്റെ വാല്യൂസ് നമുക്ക് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാം. സോ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഫോർഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സാധനം, അതായത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്? ഡോക്യുമെന്റ് ആക്ച്വലി ചേഞ്ച് ആവത്തില്ല. നമുക്ക് ഈ ഒരു ഡെസ്ക്രിപ്ഷൻ ചേഞ്ച് ആവാം, ഫയൽ സൈസ് ചേഞ്ച് ആവാം. ഇത് ഡൗൺലോഡും നമുക്ക് വേറൊരു ബട്ടൺ കൊടുക്കാം. നമുക്കൊരു ക്ലോസ് ബട്ടൺ വേണമെങ്കിൽ കൊടുക്കാം. സോ ഡൗൺലോഡും ക്ലോസും ആക്കാം. ഡൗൺലോഡ് നവും അപ്ലോഡ് നവും കൊടുക്കാം. സോ അങ്ങനെ ഡൈനാമിക്കലി നമുക്ക് ഈ ഡേറ്റാസ് ചേഞ്ച് ചെയ്യാം. സോ അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമുക്കത് തന്നെ ചേഞ്ച് ചെയ്യാം. നമുക്ക് അത് തന്നെ ചേഞ്ച് ചെയ്യാം. സോ ഞാൻ എൻ്റെ ഫോർഗ്രൗണ്ടിനകത്തോട്ട് പോവാണ്. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ഡേറ്റാസ് പാസ് ചെയ്യാം. ഓക്കെ, സോ
ഞാനിവിടെ ഒരു ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ എൻ്റെ അറേക്കകത്തോടെ പാസ് ചെയ്യുവാണ് ഡേറ്റാസ് ഒക്കെ. ഓക്കെ, നമുക്കുള്ളത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് ഞാൻ പറയാം. നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് സൈസ് ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് ഡൗൺലോഡ് ആവാം. അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺ കൊടുക്കാം, ക്യാൻസൽ ബട്ടൺ, ആൻഡ് ഡൗൺലോഡിനാവും അപ്ലോഡിനാവും കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒബ്ജക്റ്റിനകത്ത് വരുന്നത് ആദ്യം ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് വാല്യൂ ആയിട്ട് ഇവിടുത്തെ വാല്യൂവിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, കോമ. അടുത്ത് നമുക്ക് പാസ് ചെയ്യേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് ഫയൽ സൈസ് ആണ്. ഫയൽ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് പാസ് ചെയ്യാം. നമുക്ക് ഒരു 0.5 MB പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഡൗൺലോഡ് ബട്ടണും വേണം, നമുക്ക് ക്യാൻസൽ ബട്ടണും വേണം. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ക്ലോസ് ട്രൂ എന്ന് കൊടുക്കാം. ക്ലോസ് ട്രൂ എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലോസ് ട്രൂ ഓക്കെ, ക്ലോസ് ട്രൂ എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്ലോസ് ഫോൾസ് ആവുന്ന സമയത്ത് നമുക്ക് ഡൗൺ ബട്ടൺ വരും, ട്രൂ ആവുന്ന സമയത്ത് ക്ലോസ് ബട്ടൺ വരും. ആ ഒരു രീതിക്ക് നമുക്ക് രണ്ടും ടോഗിൾ ചെയ്യാം. ആൻഡ് നമുക്കൊരു ടാഗ് കൂടെ ഉണ്ടല്ലേ, ആക്ച്വലി ടാഗ് കൂടെ നമുക്ക് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ടാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ടാഗ് നമുക്ക് ഈ വാല്യൂ ഡൈനാമിക്കലി മാറ്റാം. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ പാസ് ചെയ്യാം. ടാഗിൽ നമുക്ക് കളർ മാറ്റണം, നമുക്ക് എന്ത് മാറ്റണം, നമുക്ക് ഒരു അതിൻ്റെ അകത്തുള്ള ഡേറ്റയെ മാറ്റണം, അതായത് ടെക്സ്റ്റ് മാറ്റണം. സോ നമുക്കൊരു ഒബ്ജക്റ്റിനകത്ത് ഒരു ഒബ്ജക്റ്റ് കൊടുക്കാം. ഓക്കെ, സോ ഈസ് ഓപ്പൺ ട്രൂ കൊടുക്കാം. ഈസ് ഓപ്പൺ ട്രൂ കൊടുക്കാം, കോമ. ടാഗ് ടൈറ്റിൽ, ഓക്കെ, ടാഗ് ടൈറ്റിൽ നമുക്ക് നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്, സോറി, ടാർഗറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കാർഡ്സിനകത്ത് ഡൗൺലോഡ് നാവും. ഓക്കെ, ഡൗൺലോഡ് നാവും നമുക്ക് കൊടുക്കാം. തൽക്കാലം ഫോർഗ്രൗണ്ട് ഡൗൺലോഡ് നാവും, സോറി, സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്യണം, കോമ. സോറി, ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ടാഗിന്റെ കളർ, രണ്ട് കളർ ഗ്രീനും ബ്ലൂവും കൊടുക്കാം. ടാഗ് കളർ നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമുക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, കിടന്നോക്കാം, വാല്യൂവിന് എങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ഡേറ്റ ആണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് ഈ ഡേറ്റയെ ഇവിടെ നമ്മൾ ഈ പാസ് ചെയ്ത ഡേറ്റ നമുക്കൊന്ന് മാപ്പ് ചെയ്യാം കാർഡിനകത്ത്. ഓക്കെ, സോ നമുക്കത് മാപ്പ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇതാക്കണമല്ലേ. ഓക്കെ, സോ മാപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ പാസ് ചെയ്ത പേരെന്ന് പറയുന്നത് ഡേറ്റയാണ്. ഓക്കെ, സോ ഡേറ്റ ഡോട്ട് മാപ്പ്. ഓക്കെ, മാപ്പ് ചെയ്യുന്നു. അവിടെ നമുക്ക് രണ്ട് ഐറ്റം കിട്ടും, നമുക്ക് ഇൻഡെക്സ് കൂടെ എടുക്കാം. ഇൻഡെക്സ് രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്യാം, കാർഡ് ഒന്ന് ആഡ് ചെയ്യാം. ആൻഡ് കാർഡിനകത്ത് നമുക്ക് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഓരോ ഐറ്റത്തിനെയും പാസ് ചെയ്യാം. ഐറ്റം പാസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കാർഡിലോട്ട് വരാം. ആൻഡ് കാർഡിലോട്ട് വന്നതിന് ശേഷം നമുക്ക് കാർഡിനകത്ത് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പാസ് ചെയ്ത ആക്ച്വലി എന്ത് പേരില്ല, ഡേറ്റ എന്ന് പറയുന്ന പേരിലാണ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാർഡിനകത്ത് വരിക, ഡേറ്റ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാം, ഡേറ്റ. ഓക്കെ, സോറി, നമ്മളിവിടെ ഡേറ്റ എന്നല്ല, നമുക്കിത് ഡിസ്ട്രക്ചർ ചെയ്ത് പാസ് ചെയ്യാം ഡേറ്റ എന്നുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഈ വാല്യൂസ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് കേർലി ബ്രേസസിനകത്ത് നമുക്ക് ഡൈനാമിക് വാല്യൂ പാസ് ചെയ്യുന്നത് പ്രൊപ്പറായിട്ട് പാസ് ചെയ്ത് ഡൈനാമിക് വാല്യൂ ഇവിടെ പാസ് ചെയ്യാം. ഡേറ്റ ഡോട്ട് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് പാസ് ചെയ്തത്. സോ നമുക്ക് ആ വാല്യൂ ഇവിടെ പാസ് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫയൽ സൈസ് നമുക്ക് ഹാർഡ് കോഡഡ് ഡേറ്റ മാറ്റിയതിന് ശേഷം നമുക്ക് ഡേറ്റ ഡോട്ട് ഫയൽ സൈസ് എന്ന് പറഞ്ഞിട്ടാണ് പാസ് ചെയ്തത്. സോ അത് കോപ്പി ചെയ്യാം, ഇവിടെ അത് പാസ് ചെയ്യാം.
ഇനി നമുക്ക് പാസ് ചെയ്യേണ്ട രണ്ട് ഡൈനാമിക് വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ബട്ടൺ, അതായത് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ, ഇത് നമുക്ക് ക്ലോസ് ആയിട്ടും ഡൗൺലോഡ് ആയിട്ടും വരണം. അതുപോലെ തന്നെ ടാഗും ഡൈനാമിക്കലി വരണം, ഡൗൺലോഡ് നൗവും വരണം, അതുപോലെ തന്നെ അപ്ലോഡ് നൗവും വരണം. സോ അത് നമുക്ക് പാസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂവിനെ നമുക്ക് കണ്ടീഷണലി റെൻഡർ ചെയ്യണം, ഡൗൺലോഡും ക്ലോസും. ഓക്കെ, സോ നമ്മളിവിടെ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് കണ്ടീഷണലി റെൻഡർ ചെയ്യാം. സോ ഡേറ്റ എന്ന് പറയുന്നത്, സോ ഡേറ്റ ഡോട്ട് ക്ലോസ്, നമ്മളിവിടെ ക്ലോസ് എന്ന് പറഞ്ഞിട്ടാണ് പാസ് ചെയ്തിട്ടുള്ളത് ആ വാല്യൂ. യെസ്, ക്ലോസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ, സോ ക്ലോസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലോസ് ബട്ടൺ പറഞ്ഞു. സോ നമ്മൾ ഡൗൺലോഡ് ബട്ടൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഞാൻ അതിവിടെ പേസ് ചെയ്യാണ് ജസ്റ്റ്. നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ കൂടെ വേണം, ഐ മീൻ ഒരു ക്ലോസ് ബട്ടൺ കൂടെ വേണം. സോ ക്ലോസ് ബട്ടൺ. ഓക്കെ, ഞാൻ ഈ ഒരു ക്ലോസ് ബട്ടൺ ഇവിടെ എടുക്കുകയാണ്. ടാഗ് എടുക്കുകയാണ്, നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാം. ആൻഡ് ഒരു ക്ലോസ് ബട്ടൻ്റെ ഫുൾ ടാഗ് ഞാൻ കോപ്പി ചെയ്യുവാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഓക്കെ, ഇവിടെ ഡേറ്റ ഡോട്ട് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ഇവിടെ വർക്ക്. സോ അങ്ങനെ നമുക്ക് കണ്ടീഷണലി നമുക്ക് ആ ഒരു ഡേറ്റ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ക്ലോസ് ബട്ടൺ ആണ്, കാരണം നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ നമ്മളിവിടെ ഫോൾസ്, സോറി, ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ട്രൂ ആണ്. നമ്മളിവിടെ ഫോൾസ് ആക്കിയാൽ ആ ഒരു ബട്ടൺ, സോറി, ഓക്കെ, അത് ഫോൾസ് ആക്കിയിട്ടത്, ഓ സോറി സോറി സോറി, നമ്മളിവിടെ ആക്ച്വലി ട്രൂ ഓർ ഫോൾസ് എന്ന് പാസ് ചെയ്യുന്നത് നമ്മൾ സ്ട്രിങ് ആയിട്ടാ പാസ് ചെയ്തത്, അതാണ് ഇഷ്യൂ. നമ്മൾ ഫോൾസ് ആക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടൺ വന്നിട്ടുണ്ട്. സോ ഇതെന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി നമ്മൾ നേരത്തെ പാസ് ചെയ്തിരുന്നത് ഞാൻ സ്ട്രിങ് ആയിട്ടാണ് ട്രൂ എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തത്. നമ്മൾ ആക്ച്വലി സ്ട്രിങ് ആയിട്ടല്ല പാസ് ചെയ്യുന്നത്, നമ്മൾ ട്രൂ ഓർ ഫോൾസ് ഇങ്ങനെ പാസ് ചെയ്താൽ മാത്രം മതി, വാല്യൂ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യാറില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് ഇവിടെ സോൾവ് ആവും. സോ ഇവിടെ ട്രൂ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ക്ലോസ് ബട്ടൺ വന്നത്. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, ഫോൾസ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ കിട്ടും. ഓക്കെ, സോ അത് നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഒരു വാല്യൂ ആണ്. ഈ ഒരു വാല്യൂ നമുക്ക് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യണം. സോ ഒരു എൻ്റയർ ഡിവിനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യുകയാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഡേറ്റയെ നമുക്ക് ഡൈനാമിക്കലി പാസ് ചെയ്യാം. ഡേറ്റ ഡോട്ട് നമ്മൾ കൊടുത്തത് ഇവിടെ ടാഗിനകത്ത് ഈസ് ഓപ്പൺ ആയിട്ടാണ്. ഓക്കെ, സോ ടാഗ് ഡോട്ട് ഈസ് ഓപ്പൺ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എൻ്റയർ ഡിവിനെ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് അല്ല എന്നുണ്ടെങ്കിൽ, ഫോൾസ് ആണെങ്കിൽ നമുക്ക് നള്ള് പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഈ ഒരു ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ടൈറ്റിൽ ഡൈനാമിക്കലി നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്യുവാണ്, കർലി ബ്രേസസ് ഇട്ടു, ഡേറ്റ ഡോട്ട് ടാഗ് ഡോട്ട് നമ്മളിവിടെ കൊടുത്ത പേരെന്ന് പറയുന്നത് ടാഗ് ടൈറ്റിൽ എന്നാണ്. സോ ടാഗ് ടൈറ്റിൽ, സോറി ടൈറ്റിൽ ഞാനിവിടെ പാസ് ചെയ്തു. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കളർ കൂടെ ഡൈനാമിക്കലി പാസ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഈ ഒരു എൻ്റയർ സാധനം ഇവിടെ കോപ്പി ചെയ്യുവാണ്, കട്ട് ചെയ്യുവാണ്. നമ്മുടെ കോഡ്സ് ഒഴികെ, കോഡ്സ് ഒന്ന് ഒഴിവാക്കി നമുക്ക് ബൈനറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോറി, കർലി ബ്രേസസ് വേണം. ആൻഡ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടീഷണലി ഇതിനെ റെൻഡർ ചെയ്യാം, ഈ ഒരു വാല്യൂവിനെ. കർലി ബ്രേസസ് ആൻഡ് നമുക്കിവിടെ ഡേറ്റ ഡോട്ട് ടാഗ് ഡോട്ട് ഇവിടെ കൊടുത്ത വാല്യൂ എന്ന് പറയുന്നത് ടാഗ് കളർ ആണ്. ഡോട്ട് ടാഗ് കളർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ ബ്ലൂ. ഓക്കെ, ബ്ലൂ ആണെങ്കിൽ നമുക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് PG ബ്ലൂ 500 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ, സോറി, എൽസ് നമുക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഗ്രീൻ ആയിരിക്കും, ഗ്രീൻ. ഓക്കെ, സോ അതും നമ്മൾ കണ്ടീഷണലി
ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് കോപ്പീസ് എടുത്ത് നോക്കാം. ഇതിന്റെ ഈ വാല്യൂസ് ഉണ്ട്. കോപ്പി പേസ്റ്റ്. ഇവിടെ നമുക്ക് വാല്യൂസ് ജസ്റ്റ് മാറ്റി നോക്കാം ആദ്യം. ഓക്കെ, നമ്മുടെ ഡേറ്റ വരുന്നുണ്ട്. നമുക്ക് കാർഡ്സിന്റെ സെക്ഷൻ ആക്ച്വലി ഫോർഗ്രൗണ്ടിലാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഫ്ലെക്സ് പ്രോപ്പർട്ടി കൂടെ അപ്ലൈ ചെയ്യാം. ഫ്ലെക്സ് ആൻഡ് ക്യാപ്പ് ഓഫ് 10 കൊടുക്കാം. ഓക്കെ, കറക്റ്റാ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റൈൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുത്ത വാല്യൂസ് ജസ്റ്റ് ഒന്ന് ട്വീക്ക് ചെയ്യാം. ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടൊരു ഇവിടെ നമുക്ക് റാൻഡം ആയിട്ട് ഫോൾസ് കൊടുക്കാം. ഫോൾസ്. ആൻഡ് നമുക്കിവിടെ ഡൗൺലോഡിന് പകരം അപ്ലോഡ് കൊടുക്കാം. അപ്ലോഡ് നൗ. നമുക്കിവിടെ ഓക്കെ നമുക്കിവിടെ ഗ്രീൻ പാസ് ചെയ്യാം. അയ്യോ സോറി, ഒരു ഇവിടെ പാസ് ഉണ്ടാകാം. നമുക്ക് അപ്ലോഡിൽ തന്നെ കൊടുക്കാം. ഗ്രീൻ പാസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ, ആക്ച്വലി ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ ഫോൾസ്. ഓക്കെ, ഈസ് ഓപ്പൺ ഫോൾസ് കൊടുത്തു. ഈസ് ഓപ്പൺ ട്രൂ തന്നെ കൊടുക്കാം. നമുക്ക് ഇവിടെ ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ആ ഗ്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ടാഗ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസ് ഓപ്പൺ ഇവിടെ ഫോൾസ് കൊടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് ബ്ലൂവിൻ്റെ ഇവിടെ ഒരെണ്ണത്തിൽ ഫോൾസ് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി ഒരെണ്ണത്തിൽ ഒരു ഡൗൺലോഡ് ആവൂല, അല്ല ക്യാൻസൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡിൽ ക്യാൻസൽ നമുക്ക് ഇത് നമുക്ക് ട്രൂ ആക്കി കൊടുക്കാം. വേണ്ട, താഴത്ത് നമുക്ക് ട്രൂ ആക്കി കൊടുക്കാം. സോറി. ഓക്കെ, സോ ആ ഒരു ക്യാൻസൽ ബട്ടൺ കൂടെ വന്നു. ഓക്കെ, നമ്മൾ കൊടുത്ത എല്ലാ പ്രോപ്പർട്ടീനെയും ഡൈനാമിക് വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് റാൻഡം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കാർഡ്. ഇത്രയുള്ള നമ്മൾ കാർഡ് ബിൽഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്യൂ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി കാണുക. ഇനി നമുക്ക് ഈ ഒരു കാർഡിനെ ആ ഒരു ഡ്രാഗ് ചെയ്യുന്ന ഒരു എഫക്ട് കൊണ്ടുവരണം. സോ ആ ഒരു ഡ്രാഗിങ് എഫക്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ആക്ച്വലി ഫ്രെയിമർ മോഷൻ എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ഉണ്ട്. ആ ഒരു ലൈബ്രറി ബേസ് ചെയ്തിട്ടാണ്. സോ ഞാൻ ഫ്രെയിമർ മോഷൻ സെർച്ച് ചെയ്യുകയാണ്. ഫ്രെയിമർ മോഷൻ. സോ ആ ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രൊജക്റ്റിനകത്തോട്ട്. സോ ഇൻട്രൊഡക്ഷനിലോട്ട് പോവുക. ഇൻസ്റ്റാളേഷൻ കമാൻഡ് ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. നമുക്ക് ടെർമിനൽ ഒന്ന് ഫിൽ ചെയ്യാം. ടെർമിനൽ ഫിൽ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊരു സാധനം കോപ്പി ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ടാഗ് കൂടെ, അതായത് ഇമ്പോർട്ടിന്റെ അവിടെ നിന്ന് ഈ ഒരു ടാഗ് കൂടെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ആൻഡ് ഓക്കെ, നമുക്ക് ജസ്റ്റ് npm സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കാർഡിലോട്ട് വരിക. കാർഡിലോട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു ഇമ്പോർട്ട് ടാഗ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കാർഡിലാണ് പേസ്റ്റ് ചെയ്തത്. പ്രൊജക്റ്റ് ഒന്നുകൂടെ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി സിംപ്ലി ഫ്രെയിം മോഷന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡെവിനാണോ ഫ്രെയിം മോഷന്റെ അനിമേഷൻ കൊടുക്കേണ്ടത് ആ ഡെവിനെ ഡെവ് എന്ന് പറയുന്ന ടാഗ് മാറ്റി മോഷൻ ഡോട്ട് കൂടെ അഡീഷനായിട്ട് ആഡ് ചെയ്യാം. സോ മോഷൻ ഡോട്ട് ഡെവ്, മോഷൻ ഡോട്ട് ഡെവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം മോഷന്റെ അനിമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ കൊടുക്കുവാണ്. സോ ഇതിപ്പോൾ ഫ്രെയിം മോഷൻ അനിമേഷൻ നമുക്ക് കൊടുക്കാൻ പാകത്തിനായി ആയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ സിംപ്ലി ഡ്രാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കീവേഡ്, അത് ഫ്രെയിം മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കീവേഡാണ്. സോ ഡ്രാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് കൺഫൈൻഡ് അല്ലേ, അതായത് ഒരു ഡെഫിനറ്റ് ബൗണ്ടറി കാണത്തില്ല. നമ്മൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. മുകളിലോട്ട് എറിഞ്ഞാൽ മുകളിലോട്ട്, മുകളിലോട്ട് എറിഞ്ഞാൽ തേക്കിട്ടു. ഓക്കെ, ഇനി റിഫ്രഷ് ചെയ്താൽ അത് വരും ഭരിച്ച്, പക്ഷെ എറിഞ്ഞാൽ പോകും. നമുക്ക് ഇനി ചെയ്യേണ്ടത് അതിനൊരു കൺഫൈൻഡ് ബൗണ്ടറിക്കകത്ത് ഒതുക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രെയിം മോഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ച്വലി ഒരു കീവേഡ് ഉണ്ട്, ഒരു ഡ്രാഗ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡ്രാഗ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത് ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യണം.
സോ നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് ആണ് അല്ലെ. ഫോർഗ്രൗണ്ടിന്റെ അകത്താണ് നമ്മുടെ എല്ലാ അനിമേഷനും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഫോർഗ്രൗണ്ടിനകത്ത് ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഒരു യൂസ് റെഫ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, കോൺസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഞാൻ യൂസ് റെഫ് യൂസ് ചെയ്യാണ് ഇവിടെ. യൂസ് റെഫ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നള്ളായിട്ട് പാസ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഈ ഒരു ഡെവ് എന്ന് ഞാൻ റഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് റഫായിട്ട് എടുത്തിട്ടുണ്ട് സെൽഫ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് റെഫറൻസ് ആയിട്ട് ഈ വാല്യൂന് ഇവിടെ നമുക്ക് പാസ് ചെയ്യാം പ്രൊപ്പായിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാർട്ടോട്ട് വന്നിട്ട് ഇവിടെ അത് വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പാസ് ചെയ്ത റെഫറൻസ് എന്നാണ് റെഫറൻസ്. സോ ആ ഒരു റെഫറൻസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കാർഡിലോട്ട് വരിക. ആൻഡ് നമ്മുടെ കാർഡിനകത്ത് എവിടെയാണോ ഇത് യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, നമ്മളിവിടെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ട്രാക്ക് കൺസ്ട്രെയിൻസിന്റെ അകത്താണ് നമുക്ക് എന്ത് വേണ്ട, ആ ഒരു കൺഫൈൻഡ് ബൗണ്ടറി വേണ്ടത്. സോ അവിടെ നമുക്ക് മോഷൻ അല്ല, ഈ ഒരു റെഫറൻസ് വാല്യൂനെ നമുക്ക് വിളിക്കാം. ഓക്കെ, വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇനി ഈ വാല്യൂസ് എല്ലാം കൺഫൈൻഡ് ആണ്. മീൻ ഈ ഒരു കാർഡ് കൺഫൈൻഡ് ആയി, കൺഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി എത്ര നമ്മൾ ഡ്രാഗ് ചെയ്ത് കളഞ്ഞാലും ഇത് പുറത്തോട്ട് പോകത്തില്ല, കൺഫൈൻഡ് ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഫ്രെയിം മോഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിന് ശേഷം വൈൽഡ് ഡ്രാഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. വൈൽഡ് ഡ്രാഗിന് നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ കൂട്ടാം. സ്കെയിൽ അതായത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് സ്കെയിലിന്റെ വാല്യൂ നമുക്ക് കൂട്ടി കൊടുക്കാം. ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ 1.2 ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അത് ഫ്രെയിം മോഷൻ തന്നെ ഡിഫോൾട്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രൊജക്ട്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇതുപോലുള്ള ഒരുപാട് അനിമേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ് നമ്മുടെ ചാനലിൽ ഇനിയും വരും, ഒരുപാട് വരും. സോ സ്റ്റേ ട്യൂൺഡ്. So see you next time. Bye bye.